ബി ബോട്ടിൽ ഫാക്ടറിയുടെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സംഘർഷമായിരുന്നു ഇത്. ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ് എല്ലാ ബോട്ടിൽസും റിജക്ട് ചെയ്തതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആർക്കും പോയിന്റ്സ് ലഭിച്ചില്ല. ഇതിൽ എല്ലാവരും മനംനൊന്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ അതിൽ ആകെ സന്തോഷം ഒണിയലിനും അഭിലാഷിനും മാത്രമായിരുന്നു. അനുമോളുടെ ഒറ്റ പിടിവാശി കൊണ്ട് മാത്രമാണ് ആ റൗണ്ട് റിജക്റ്റായി പോയത്. ജിഷിൻ ഒരു ഫെയർ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞപ്പോഴും അനുമോൾ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന നിലയിലായിരുന്നു അനുമോളുടെ വാശി. പിന്നീട് അക്ബറും ഷാനവാസും എല്ലാവരും പറഞ്ഞു, നീയും ഒണിയലുമെല്ലാം ഒത്തു കളിക്കുകയാണ്, നിങ്ങളാണ് ഈ ടാസ്ക് റിജക്ട് ചെയ്യുവാനുള്ള കാരണം, അതുകൊണ്ട് തന്നെ ഇത് ഒരു ചീപ്പ് ഗെയിമായി പോയി എന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞത്. ഒണിയലിന് ഒരു ബോട്ടിൽ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഒണിയലിനുണ്ടായിരുന്നത്. മറ്റുള്ളവർ ബോട്ടിൽസ് എല്ലാം കൊടുത്ത് ശേഖരിക്കുന്ന കോയിൻസ് കിട്ടുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ്. ഇത് അറിഞ്ഞതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഒണിയൽ ഒരു ഡേർട്ടി ഗെയിം തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അത്ര നേരം അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതായിരുന്നു. ഇതിനെ തുടർന്ന് ആര്യനും ഒണിയലും കുറച്ചു നേരം വാക്കേറ്റത്തിലായിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒണിയൽ പല മോശമായ വാക്കുകളും ഉപയോഗിച്ചു. അതായത് 3G എന്ന് മലയാളത്തിൽ ഒരുപാട് തവണ ഒണിയൽ വിളിക്കുകയുണ്ടായി. സത്യം പറയാലോ, ആ ടാസ്ക് അങ്ങ് ഇല്ലാതാക്കി എല്ലാ ഹൗസ്മേറ്റ്സും ചേർന്ന്. വളരെ ഫെയറായി നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആദ്യ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ആരോടും യൂണിഫോം മാറ്റരുത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ അതിന്റെ 2ാം ഘട്ടവും ഉണ്ടാവുന്നതാണ്. ഇനിയുള്ള റൗണ്ടിൽ ഇവർ എന്തെല്ലാമാണ് കാണിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.